ജോർദാനെതിരെയുള്ള മത്സരത്തിൽ കിക്ക് ഓഫ് വിസിൽ മുഴങ്ങിയപ്പോൾ അർജന്റീന ആരാധകരുടെ കണ്ണുകൾ കളിക്കളത്തിലല്ലായിരുന്നു, മറിച്ച് പുറത്തെ ബെഞ്ചിലായിരുന്നു. ആ മാന്ത്രികൻ ആദ്യ ലെവനിൽ ഉണ്ടായിരുന്നില്ല. പച്ചപ്പുൽ മൈതാനം അവന്റെ കാലടികൾക്കായി ദാഹിച്ചു നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. കളിയുടെ ആദ്യ പകുതി കടന്നുപോയപ്പോഴും ഗാലറികളിൽ ഒരു വലിയ കാത്തിരിപ്പിന്റെ മാനമുണ്ടായിരുന്നു. ഫുട്ബോൾ ലോകം ആരാധിക്കുന്ന ആ ഇടംകാലിലെ ഇന്ദ്രജാലം കാണാതെ ഓരോ മിനിറ്റും ഒരു യുഗം പോലെ നീങ്ങിപ്പോയി. എന്നാൽ ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് കളിയുടെ 59-ാം മിനിറ്റിൽ ആ നിമിഷം വന്നെത്തി. സൈഡ് ലൈനിൽ അവൻ ബൂട്ട് കെട്ടി എഴുന്നേറ്റപ്പോൾ സ്റ്റേഡിയം ഒന്നാകെ ഇളകി മറിഞ്ഞു. പകരക്കാരനായി അവൻ കളത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ മൈതാനത്തിന്റെ താളം തന്നെ മാറിമറിഞ്ഞു. ഒരു രാജാവ് തന്റെ സാമ്രാജ്യത്തിലേക്ക് അലസമായി നടന്നു കയറുന്നത് പോലെയായിരുന്നു ആ രംഗം. ആ പുൽക്കൊടികൾ പോലും അവന്റെ സ്പർശനമേറ്റ് കോരിത്തരിച്ചു. മൈതാനത്ത് ഒരു വലിയ പ്രകമ്പനമുണ്ടാക്കാൻ അവന് 90 മിനിറ്റുകളുടെ ആവശ്യമില്ലായിരുന്നു. തന്റെ വിസ്മയം തീർക്കാൻ ലഭിച്ച ആ ചുരുങ്ങിയ സമയം തന്നെ മാത്രം അവന് മതിയാകുമായിരുന്നു. എന്നാൽ കളത്തിലിറങ്ങി അധികം വൈകാതെ തന്നെ അവൻ തന്റെ സാന്നിധ്യം അറിയിച്ചു. 80-ാം മിനിറ്റിൽ ആ കാലുകളിൽ നിന്ന് പിറന്നത് ഫുട്ബോൾ ലോകം എന്നും കാണാൻ കൊതിക്കുന്ന ആ മാസ്മരിക ഗോളായിരുന്നു. ജോർദാന്റെ പ്രതിരോധ നിരയെ കേവലം കാഴ്ചക്കാരാക്കി പന്തുമായി കുതിച്ച ആ മാന്ത്രികന് തടയാനാവാതെ കാറ്റുപോലും വഴി മാറിക്കൊടുത്തു. വെറും കുറച്ചു സമയം കൊണ്ട് തന്നെ അവൻ കളിയുടെ ഗതിയും ഫലവും മാറ്റിമറിച്ചു. അതെ, അയാൾ വെറും ഒരു കളിക്കാരൻ മാത്രമല്ല, ഫുട്ബോളിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച ഇതിഹാസമാണ്. കാൽപന്തു കളിയിലെ പകരം വെക്കാനില്ലാത്ത ഒരേയൊരു മിശിഹയാണ് ലയണൽ ആന്ദ്രസ് മെസ്സി. ഫുട്ബോൾ ഉള്ള കാലത്തോളം ഈ പേര് ഒരു വികാരമായി നിലനിൽക്കും. ലോകകപ്പിന്റെ ചരിത്രതാളുകളിൽ സുവർണ ലിപികളാൽ വീണ്ടും ഒരു ഇതിഹാസ നേട്ടം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. കാൽപന്തിന്റെ മിസിഹ അഥവാ ലയണൽ മെസ്സി ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി 7 മത്സരങ്ങളിൽ വലകുലുക്കുന്ന ആദ്യ താരമെന്ന അത്ഭുതകരമായ നായികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് ആ ഇടംകാലിൽ നിന്ന് പിറക്കുന്ന ഓരോ ഷോട്ടും ഫുട്ബോൾ ലോകത്തെ ഇന്നും വിസ്മയിപ്പിക്കുന്നു. ജോർദാനെതിരെയുള്ള മത്സരത്തിന്റെ 80-ാം മിനിറ്റിൽ പിറന്ന ആ മാസ്മരിക ഗോൾ വെറും ഒരു സാധാരണ ഗോളല്ലായിരുന്നു, അതൊരു ചരിത്ര നിയോഗമായിരുന്നു. ഒരു മാന്ത്രികനെ പോലെ പന്തിൽ മുത്തമിട്ട് അദ്ദേഹം പായിച്ച ഫ്രീ കിക്ക് കാറ്റിനെ കീറി മുറിച്ച് വലയിൽ പതിച്ചപ്പോൾ ലോകം മുഴുവൻ ഒരു നിമിഷം ശ്വാസമടക്കി നിന്നുപോയി. തുടർച്ചയായി 7 ലോകകപ്പ് മത്സരങ്ങളിൽ ഒരു വേട്ടക്കാരന്റെ കൃത്യതയോടെ ലക്ഷ്യം കാണാൻ ഈ ഇതിഹാസത്തിന് മാത്രമേ സാധിക്കൂ. എതിരാളികളുടെ പ്രതിരോധ കോട്ടകൾ അദ്ദേഹത്തിന് മുമ്പിൽ വെറും മണൽ കൊട്ടാരങ്ങൾ മാത്രമായി മാറുകയാണ്. ഇതൊരു കേവല റെക്കോർഡ് മാത്രമല്ല, കാൽപന്ത് കളിയോട് അദ്ദേഹം കാണിക്കുന്ന അടങ്ങാത്ത അഭിനിവേശത്തിന്റെ സാക്ഷ്യപത്രമാണ്. ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഇതിഹാസങ്ങളിൽ ഒരാളായി തലയുയർത്തി നിൽക്കുമ്പോഴും കളിക്കളത്തിലെ ആ പഴയ കുട്ടിയുടെ ആവേശവും ചുറുചുറുക്കും മെസ്സിയിൽ ഇന്നും അണയാതെ കിടക്കുന്നുണ്ട്. മെസ്സി എന്ന നാമം വെറും ഒരു പേര് മാത്രമല്ല, അതൊരു വികാരമാണ്. ഫുട്ബോൾ ഉള്ള കാലത്തോളം ഈ നേട്ടം ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ നിലനിൽക്കും. ഇതിഹാസങ്ങൾ ജനിക്കുകയല്ല, അവർ സ്വയം ഇതിഹാസങ്ങളായി മാറുകയാണെന്ന് ലയണൽ മെസ്സി വീണ്ടും 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 ലോകത്തോട് വിളിച്ചു പറയുകയാണ്. കാൽപന്ത് കളിയുടെ വിസ്മയ ലോകത്ത് പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്നുള്ള ഗോളുകൾക്ക് എപ്പോഴും ഒരു പ്രത്യേക മാന്ത്രികതയുണ്ട്. ദൂരങ്ങൾ താണ്ടി പ്രതിരോധങ്ങളെ വകഞ്ഞുമാറ്റി കാറ്റിന്റെ ഗതിയെപ്പോലും അതിജീവിച്ച് വല തുളച്ചു കയറുന്ന പന്തുകൾ കാൽപന്ത് പ്രേമികളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നു. ലോകകപ്പിന്റെ സുവർണ ചിത്രത്തിൽ ഇത്തരം അവിസ്മരണീയ ഗോളുകൾ പിറന്ന നിമിഷങ്ങൾ നിരവധിയാണ്. ഇതിഹാസ താരങ്ങളുടെ പാദങ്ങളിൽ നിന്ന് തിരമാലകൾ പോലെ ഉയർന്നു വന്ന ഈ അസ്ത്രങ്ങൾ ഫുട്ബോൾ ലോകത്തെ പലപ്പോഴും അമ്പരിപ്പിച്ചിട്ടുണ്ട്. ദൂരങ്ങൾ തോൽപ്പിക്കുന്ന ആ കാൽപ്പാടുകളുടെ കഥയാണ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നത്. കാലങ്ങളായി ബ്രസീലിയൻ ഇതിഹാസം റിവെല്ലോനയുടെ പേരിലായിരുന്നു ഈ അപൂർവ നേട്ടം. 5 ഗോളുകളുമായി അദ്ദേഹം തീർത്ത ആ സിംഹാസനം വർഷങ്ങളോളം ഒരു വലിയ സ്വപ്നമായി നിലകൊണ്ടു. ജർമ്മനിയുടെ ലോത്തർ മാത്യൂസും ഉറുഗ്വേയുടെ ഡിയാഗോ ഫോർലാനും 4 ഗോളുകളുമായി ആ ഇതിഹാസത്തിന് തൊട്ടുപിന്നിൽ തന്നെയുണ്ടായിരുന്നു. അർജന്റീനയുടെ മാക്സി റോഡ്രിഗസ്, ബ്രസീലിന്റെ സ്വന്തം നെയ്മർ ജൂനിയർ, ഫ്രാൻസിന്റെ ജിൻ ഡിഗാന, പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരെല്ലാം 3 ഗോളുകളുമായി ഈ സുവർണ പട്ടികയിൽ തങ്ങളുടെ പേരുകൾ തുന്നിച്ചേർത്തു. ലോകമെമ്പാടുമുള്ള വമ്പന്മാരുടെ നിരയിൽ ഒന്നാമതെത്തുക എന്നത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ശ്രമകരമായ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു. എന്നാൽ കാലം കാത്തുവെച്ച ആ മാന്ത്രിക നിമിഷം ഒടുവിൽ വന്നെത്തി, സാക്ഷാൽ ലയണൽ മെസ്സിയുടെ ഇതിഹാസ കാലുകളിലൂടെ.
ലോകകപ്പ് ചരിത്രത്തിൽ വീണ്ടും പുതിയ അധ്യായം രചിക്കപ്പെടുകയാണ് അവിടെ. ജോർദാനെതിരെയുള്ള പോരാട്ടത്തിൽ പിറന്ന ആ മനോഹരമായ ഫ്രീ കിക്ക് വെറും ഒരു ഗോളായിരുന്നില്ല, മറിച്ച് ചരിത്രത്തിലേക്കുള്ള ഒരു രാജകീയ ചുവടുവെപ്പായിരുന്നു. ആ വിസ്മയ ഗോളിലൂടെ ലോകകപ്പിലെ ബോക്സിന് പുറത്തു നിന്നുള്ള മെസ്സിയുടെ ഗോളുകളുടെ എണ്ണം 6 ഉയർന്നു. റിവെല്ലിനോയുടെ 5 ഗോളുകളുടെ ദീർഘകാല റെക്കോർഡ് പഴങ്കഥയായി. ലോകകപ്പ് ചരിത്രത്തിൽ ഈ അപൂർവ നേട്ടത്തിന്റെ ഏക അവകാശിയായി മെസ്സി കിരീടമണിഞ്ഞു.